റജുലുൻ അദ്ദാ ഹഖ്ഖല്ലാഹ്, അള്ളാഹുവിന്റെ ഹക്ക് വീട്ടുന്നവനാണ് സ്വാലിഹായ മനുഷ്യൻ. ഇരിക്കട്ടെ, ആ ബാധ്യതയുടെ കൂട്ടത്തിൽ മറ്റൊന്നാണ് ജീവിതകാലത്ത് നിർവഹിച്ചോ ഇല്ലേ എന്ന് നന്നായി പരിശോധിക്കേണ്ട മറ്റൊന്നാണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ മുന്തിക്കേണ്ടതാണ് അവനവന്റെ സമ്പത്തിൽ നിന്ന് കൊടുക്കേണ്ട നിശ്ചിത അളവനുസരിച്ചുള്ള സക്കാത്ത്. അത് കടമാക്കി ഇനിയും ബാക്കി വിട്ടേക്കരുത്. കൊടുത്തിട്ടില്ല എന്നാണോ ബോധ്യമാകുന്നത്, മരിച്ചു കഴിഞ്ഞ് സമ്പത്ത് വിഹിതം വെക്കുന്നതിന്റെ മുമ്പ് കൊടുത്ത് വീട്ടേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്, അതൊരു ചെറിയ ബാധ്യതയായി കണക്ക് കൂട്ടരുത്. നോമ്പിന്റെ കണക്ക് കാണാം. ചിലര് മരിച്ച് 15 വർഷക്കാലം ഉമ്മ നോമ്പ് നോറ്റിട്ടില്ല, 10 വർഷക്കാലം നോമ്പ് നോറ്റിട്ടില്ല. എത്രയും പെട്ടെന്ന് വീട്ടേണ്ടതാണ് അതിന്റെ മുദ്ദ്. നോമ്പ് പകരമായി നോറ്റ് വിട്ടിയാലും ചിലപ്പോൾ മുദ്ദ് കൊടുക്കേണ്ട ബാധ്യത വരും. പിന്തിച്ചതുണ്ടെങ്കിൽ അതിന് മുദ്ദ് കൂടി കൂട്ടിയിട്ട് കണക്കനുസരിച്ചുള്ള മുദ്ദ് കൊടുക്കണം. ഓരോ വർഷവും നോൽക്കാൻ കഴിയാത്ത ആള് പകരം മുദ്ദ് കൊടുത്ത് വീട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലായിരുന്നു. അതേ സമയത്ത് നോറ്റ് വീട്ടിയിട്ടും ഇല്ല, മുദ്ദ് കൊടുത്തിട്ടും ഇല്ല, അതിന്റെ കണക്ക് കൂട്ടിയിട്ട് കൃത്യമായത് കൊടുക്കണം. പിന്നെയല്ലേ ഓഹരി വെക്കുന്നത്. ഹജ്ജ് ബാധ്യതയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. നിങ്ങൾ നോക്ക്, മരണപ്പെട്ടു പോയ ആൾക്ക് ഈ തലശ്ശേരിയുടെ ഹൃദയഭാഗത്തൊരു 3 സെന്റ് ഉണ്ട്. അധികമൊന്നുമില്ല, 3 ഉള്ളൂ. മുമ്പെപ്പോഴോ വാങ്ങി വെച്ചൊരു 3 സെന്റാണ്. തലശ്ശേരിയുടെ ഹൃദയഭാഗത്ത് 1 സെന്റിന് എത്ര പേര് ഉണ്ടാവും? ഒരു 10 ലക്ഷം കാണാം അല്ലെ? മതിയാ? അത് പോരാന്നാ പറയുന്നത്. എല്ലാവരുണ്ടാവും. അപ്പൊ 1 സെന്റ് വേണ്ട, വെക്കണ്ട, ഹജ്ജിന് പറഞ്ഞേക്കാണ്. അപ്പൊ ഇയാൾക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ട്. മരിച്ചുപോയ ആൾക്ക് ബാധ്യതയായിട്ടുണ്ട്. അയാൾക്കുള്ള സ്ഥലല്ലേ അത്. അതിൽ നിന്ന് ഒന്നുകിൽ ഹജ്ജിന് പോയ ആള് കൂട്ടത്തിൽ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ചെലവിനെടുത്ത്, അല്ലെങ്കിൽ ഹജ്ജിന് പോയ മറ്റൊരാളെ ചെലവ് കൊടുത്ത് ഏൽപ്പിച്ച് ഹജ്ജ് കൂട്ടണം. ഓഹരി വെക്കാൻ നമ്മൾ വേഗം ഉഷാറാണ് ആളുകൾ. പക്ഷെ ഹക്കൊരു ഭാഗത്ത് ബാക്കിയിട്ടിട്ട് എന്ത് ഓഹരി? ഓഹരി നല്ലോണം. അല്ലാഹു തആലാക്കുള്ള ബാധ്യത, ജനങ്ങൾക്കുള്ള ബാധ്യത രണ്ടും വിട്ടണം. കടബാധ്യതയുണ്ടെങ്കിൽ അത് തീർത്തും സഹോദരങ്ങളെ വേഗം വീട്ടണം. എത്ര സ്പീഡിൽ വീട്ടാൻ കഴിയോ അത്രയും സ്പീഡിൽ വീട്ടണം. മരിച്ച മനുഷ്യന്റെ ആത്മാവിന് സുഖം കിട്ടാൻ, മരിച്ച മനുഷ്യന്റെ ഖബറിൽ കിടക്കുന്ന കിടത്തത്തിന് റാഹത്ത് കിട്ടാൻ എത്രയും പെട്ടെന്ന് ഹക്ക് വീട്ടി കൊടുക്കണം. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യഘട്ടത്തിൽ കടബാധ്യതയുള്ള ആളെ ജനാസയാണ് കൊണ്ടുവന്നത് എന്ന് കേൾക്കുമ്പോ തങ്ങൾ പറയുന്നൊരു വാക്ക് സ്വഹാബത്തിന് മനസ്സിന് ഏറ്റവും വലിയ സങ്കടം വരുന്ന വാക്കായിരുന്നു അത്. സ്വല്ലു അലാ സ്വാഹിബിക്കും. തങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി എത്തുന്നതിന്റെ മുമ്പ്, ബൈത്തുൽ മാലി വികസിക്കുന്നതിന്റെ മുമ്പ് അങ്ങനെ ഒരു ഭാഷയുണ്ടായിരുന്നു. നിങ്ങളെ കൂട്ടുകാരന്റെ ജനാസ നിങ്ങൾ നിസ്കരിച്ചോളൂ. തങ്ങൾ നേരെ അതാ ഇപ്പുറത്ത് റൂമിലേക്ക് പോകുന്നു. പിന്നീട് പലരും ഏറ്റെടുത്ത് നിർവഹിച്ച് വീട്ടാമെന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് നിന്ന് നിസ്കാരം നിർവഹിക്കുന്നു. അവരേറ്റെടുത്തത് എത്ര പെട്ടെന്നാണ് വീട്ടിയത് എന്നറിയുമോ? അത്ര പെട്ടെന്ന് തന്നെ നമ്മളും വീട്ടണം. 3, 7, 40, 14, 15 കഴിയാൻ കാത്തിരിക്കരുത്. അന്ന് വൈകുന്നേരമാകുന്നതിന്റെ മുമ്പ് വീട്ടാൻ കഴിയോ? അന്ന് തന്നെ വീട്ടിയേക്കണം. കണ്ടില്ലേ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഖത്താദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഒരു സ്നേഹിതന്റെ ജനാസ മദീന പള്ളിയിൽ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം, അലൈഹി ദൈനുൻ, കടമുണ്ടോ? തങ്ങൾ ചോദിക്കുന്നു, ഉണ്ട്. എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? ഒന്നും ബാക്കി വെച്ചിട്ടില്ല. സ്വത്തൊന്നും ബാക്കിയില്ല, കടബാധ്യതയുണ്ട് താനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാതെ അങ്ങോട്ട് മാറിപ്പോവുകയാണ് എന്ന് കണ്ടപ്പോ ഖത്താദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയേ, ആ കടം മുഴുവനും ഞാൻ ഏറ്റെടുത്തു. തങ്ങൾ നിസ്കരിക്കണം നബിയേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി.
ഖത്താദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ദുഹാ സമയത്താണ് ഈ ജനാസ നിസ്കാരം നടന്നത്. കുറച്ചുകൂടി നേരം കഴിഞ്ഞപ്പോൾ ളുഹറിന് വാങ്ക് വിളിച്ചു. ജനാസയുടെ സംസ്കരണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു. ളുഹർ നിസ്കരിക്കാൻ ഞാൻ മദീന പള്ളിയിലേക്ക് ചെന്ന് എന്നെ കണ്ടപ്പോ തങ്ങൾ ചോദിച്ചു, കടം വീട്ടിയോ? എത്ര സമയമായിട്ടുള്ളൂ? കുറഞ്ഞ സമയമായിട്ടുള്ളൂ. ളുഹറിന് ജമാഅത്തിന് ഞാൻ എത്തിയപ്പോഴേക്ക് എന്നോട് ചോദിച്ചു, കടം വീട്ടിയോ? ഇപ്പൊ ഖബറിൽ കൊണ്ടുപോയി വെച്ച ആൾക്ക് സമാധാനവും റാഹത്തും കൊടുത്തോന്നാ ചോദിക്കുന്നത്. ഖത്താദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ളുഹറിന് ചോദിച്ചതല്ലേ, അസ്റിന് ചോദിക്കുന്ന ഉറപ്പാ. അതുകൊണ്ട് ഇനി കടം പൂർണ്ണമായിട്ട് കൊടുത്തു വീട്ടാതെ അങ്ങോട്ട് പോകാൻ പറ്റൂല. ഞാനല്ലേ ഏറ്റെടുത്ത്, എന്റെ സുഹൃത്ത് എന്നുള്ളവർക്ക്, സ്നേഹിതം എന്നുള്ളവർക്ക് ഞാൻ എല്ലാ കടങ്ങളും ആളുകളെ കണ്ടുപോയി വീട്ടി. അസ്റിന് പള്ളിയിലെത്തിയപ്പോൾ വീണ്ടും ചോദ്യം, വീട്ടിയോ? വീട്ടി നബിയെ, മുഴുവനും വീട്ടി. ആളുകളെ ഓരോരുത്തരെയും കണ്ട് ഞാനത് വീട്ടിക്കൊടുത്തു. സുബ്ഹാനല്ലാഹ്, വലിയൊരു ബാധ്യതയാണത്, ബാക്കി വെച്ചേക്കരുത്. ഒരാൾ മരണപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഏതെല്ലാം മേഖലകളുണ്ട് എന്ന് അന്വേഷിക്കുക. പള്ളിയിലുണ്ടോ, കടകളിലുണ്ടോ, വ്യക്തികളിലുണ്ടോ? അന്വേഷിച്ചത് പെട്ടെന്ന് വീട്ടിയേക്കുക. ഖബറിൽ കൊണ്ടുപോയി വെക്കുന്ന ആ മനുഷ്യന്റെ ആത്മാവിന് നല്ല അവസ്ഥയുണ്ടെങ്കിൽ നല്ലവരിലേക്ക് ചേരുന്ന ആത്മാവല്ലേ അത്? ഇല്ലിഗീനിലേക്ക് പോകാനുള്ള റൂഹല്ലേ അത്? ആ റൂഹ് ഇല്ലിഗീനിലെത്തുന്നതിന് ഈ കടബാധ്യത തടസ്സമാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയല്ലേ, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തും ബിദൈനിഹി. മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവ് അവന്റെ കടം കാരണം ഒരു ഭാഗത്തത് തടയപ്പെട്ടു നിൽക്കും, ബന്ധവസ്ഥാക്കി ഒരു ഭാഗത്ത് നിൽക്കും, ഇല്ലിഗീനിലേക്ക് ചേരാനൊക്കൂല. ഹത്താ തുഖ്ലാ അൻഹു, കടബാധ്യത വീട്ടപ്പെടുന്നത് വരെ. അത് വീട്ടിയെങ്കിലേ ഇത് ആ മഹാന്മാര് ഒരുമിച്ചു കൂടുന്ന ഇല്ലിഗീൻ എന്ന് പറയുന്ന ആത്മാവിന്റെ ലോകത്തിലേക്ക്, ആത്മാക്കളുടെ ലോകത്തിലേക്ക് എത്താനും സന്തോഷിക്കാനും സ്വാലിഹീങ്ങളോടൊപ്പം ചേരാനും മുക്കുകയുള്ളൂ. അതിന് പെട്ടെന്നല്ലേ വഴിയൊരുക്കേണ്ടത്. മഹാന്മാരൊക്കെ ഒരുക്കിയതുപോലെ വേഗം വേഗം സ്പീഡിലായിട്ട് വീട്ടണം. അതേ, എത്ര വലിയ മഹാന്മാര്, അവരുടെ ബാപ്പമാരും ഉമ്മമാരും കുടുംബക്കാരും ആ രീതിയിൽ ബാധ്യതകൾ ബാക്കി വെച്ചു പോയത് പെട്ടെന്ന് തന്നെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ഉപ്പ മരണപ്പെട്ടു പോയാൽ മക്കളെല്ലാവരും കൂടി ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ബാപ്പ ഇടപഴകിയ ആളുകളും ബാപ്പ ഇടപഴകിയ സ്ഥാപനങ്ങളും അതന്വേഷിച്ചുകൊണ്ട് ആ കടങ്ങളും ബാധ്യതകളൊക്കെ വീട്ടിയിട്ട് അത് റാഹത്താക്കിയിട്ട് ബാപ്പയെ യാത്രയാക്കുകയാണ് വേണ്ടത്. ജനാസ വീട്ടിൽ നിന്ന് എടുക്കുന്നതിന്റെ മുമ്പ് അങ്ങനെ നിർവഹിക്കാൻ കഴിയോ? അതാണ് ഏറ്റവും നല്ലത്. കഴിഞ്ഞില്ലെങ്കിൽ ആ ജനാസ ഖബറിലെത്തിയിട്ട് ഒരു ദിവസമാകുന്നതിന്റെ മുമ്പ് തന്നെ കഴിവിന്റെ പരമാവധി ബാധ്യതകളൊക്കെ പെട്ടെന്ന് വീട്ടണം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഉപ്പ ഉഹദിൽ ഷഹീദായി. നേരെ പിറ്റേന്ന് കടക്കാരന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്നു. എന്നിട്ട് പറയുന്നു, ജാബിറേ, നിങ്ങളെ ഉപ്പ ഞങ്ങൾക്കൊക്കെ കടം തരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലേക്ക് ജാബിർ റളിയല്ലാഹു അൻഹു ഓടിപ്പോയി. അല്ലാഹുവിന്റെ റസൂലേ, കടക്കാര് വീട്ടുമുറ്റത്ത് എത്തിപ്പോയി, ഞാൻ എന്ത് ചെയ്യും? ബാപ്പ ഷഹീദായതാണ് എന്ന് അവരോട് പറയണം. ഒരൽപ്പം കുറച്ചു തരാൻ വേണ്ടി കഴിയോന്ന് ചോദിക്കണം. കിട്ടാനുള്ളത് അല്പം ഒന്ന് കുറച്ചു തരാൻ പറ്റുമോ എന്നൊരു ഷഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വക ഒരു റെക്കമെൻഡ്. കിട്ടാനുള്ള കടക്കാര് പറഞ്ഞു, കിട്ടാനുള്ളത് തീർത്തും കിട്ടണം എന്ന് പറഞ്ഞു. അത് കുറക്കാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബി, അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, അത് ഫുള്ള് കിട്ടണം തന്നെ അവർ പറയുന്നത്. ഇന്നലെ ഷഹീദായ ഉപ്പാന്റെ കടബാധ്യത ചോദിച്ചാണ് ഇന്ന് ആളുകൾ വന്നിരിക്കുന്നത്. എത്ര വലിയ സ്ഥാനമുള്ള ആളാ ഷഹീദ്. ഷഹീദിനും ഈ വിഷയത്തിൽ മാറ്റമാണ്. യുകഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ, എല്ലാ പാപങ്ങളും വൈകല്യങ്ങളും ഷഹീദിന് മാപ്പാക്കപ്പെടും. ഇല്ല ദൈൻ, കടം എന്ന് പറയുന്ന ബാധ്യത ഒഴികെ. അത് വീട്ടേണ്ട സംഗതി തന്നെയാണ്. കടത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആൾക്കാരെ കടബാധ്യതകളൊക്കെ വീട്ടാൻ സഹായിക്കുന്ന ആൾക്കാർക്ക് വലിയ കൂലിയുണ്ട്.
സ്വതക്ക കൊടുക്കുന്നതിനേക്കാളും വലിയ കൂലി ഉണ്ടെന്നല്ലേ? ചെറിയ സംഗതി ഒന്നല്ല. ഒരു കടക്കാരന്റെ കടം വീട്ടാൻ വേണ്ടി സഹായിച്ചിട്ട് അവനെ രക്ഷിച്ചാല്, അവനെ സഹായിച്ചാല്, സമാധാനിപ്പിച്ചാല് അത് നല്ല കാര്യം തന്നെയാണ്. ചെറിയ കാര്യമൊന്നല്ല, നല്ല കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകുന്ന സംഗതിയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് കടക്കാരൊരു നിലക്കൊരു ഒഴിവില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, തങ്ങൾ ചെയ്യുന്ന സഹായം നോക്ക്, നിങ്ങൾക്ക് എന്താണ് വീട്ടാൻ കടമായിട്ട് വീട്ടാൻ എന്താ ഉള്ളത് എന്ന് വെച്ചു. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറഞ്ഞ മരങ്ങളുണ്ട്, ഈത്തപ്പഴങ്ങളൊക്കെ കായ്ച്ച് പറിക്കാനായിട്ടുണ്ടോ ഉണ്ട്. എത്ര മരങ്ങൾ? എണ്ണിയാൽ തീരുന്ന മരങ്ങളേ ഉള്ളൂ, 9ഓ 10ഓ വരുന്ന ചെറിയ കുറച്ച് മരങ്ങളേ ഉള്ളൂ. ജാബിർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾ നാളെ തോട്ടത്തിലേക്ക് പോയിട്ട് ഓരോ മരത്തിൽ നിന്നും പഴങ്ങൾ പറിച്ചതിന്റെ ചുവട്ടിൽ വെക്കണം. പള്ളിയിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ പോയിക്കോളൂ. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരും. ഞാൻ വരുന്നതിന്റെ മുമ്പ് ഒരൊറ്റ പാട്ടയിൽ നിന്നും ഒരൊറ്റ കൊട്ടയിൽ നിന്നും പഴങ്ങൾ എടുക്കരുത്. ഞാൻ വന്നതിന് ശേഷം ഞാൻ കാര്യങ്ങൾ പറയും. ഓരോ മരത്തിൽ നിന്നുള്ളതും പറിച്ചതിന്റെ ചുവട്ടിൽ വെച്ചേക്കണം. ജാബിർ റളിയല്ലാഹു അൻഹു ഒരാളെയും കൂട്ടി പിറ്റേന്ന് സുബഹി നിസ്കാരത്തിന് ശേഷം തോട്ടത്തിലേക്ക് പോയി. പഴങ്ങളൊക്കെ പറിച്ച് ചുവട്ടിൽ വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞ ശേഷം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തോട്ടത്തിലേക്ക് വരുന്നു. തങ്ങൾ ആ തോട്ടത്തിൽ ഒന്നിങ്ങനെ ചുറ്റി നടക്കുന്നു. എല്ലാ മരത്തിന്റെ മുന്നിലൂടെയും ഒന്നിങ്ങനെ കറങ്ങി ഓരോ കൊട്ടയിലേക്കും തങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടങ്ങനെ നടക്കുന്നു. കൂടുതൽ കാണുന്ന കൊട്ടയുടെ അടുത്തവിടെ ഇരുന്നു. ഇരുന്നിട്ട് പറഞ്ഞു, ഉദുലി അൽ ഖുറമാ, കടക്കാരെ വിളിക്കൂ ജാബിറേ, കൊടുക്കാനുള്ള കടക്കാരെ വിളിക്കൂ, എല്ലാവരും വരട്ടെ, കടങ്ങൾ വീട്ടിക്കൊടുക്കാം. കടക്കാര് വരി വരിയായി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണക്ക് ചോദിക്കുന്നു. ആ കണക്കിന് എത്രയാണോ ഈത്തപ്പഴം വേണ്ടത് ആ ഒരൊറ്റ കൊട്ടയിൽ നിന്ന് തങ്ങൾ വാരിക്കൊടുക്കുന്നു. ഓരോ കടക്കാർക്കും ഒരേ കൊട്ടയിൽ നിന്ന് മറ്റു കൊട്ടകളിലുള്ള ഈത്തപ്പഴങ്ങളൊന്നും തൊട്ടിട്ടില്ല. ഒരൊറ്റ കൊട്ടയിൽ നിന്നതാ എല്ലാവർക്കും അങ്ങ് വാരിക്കൊടുക്കുന്നു. ഒരാൾ പറയുന്നു, എനിക്ക് തരാനുള്ളത് 2500 ദിർഹമാണ്. 2500 ദിർഹമിന് ഇന്ന് മാർക്കറ്റിൽ എത്ര ഈത്തപ്പഴമാണ് കിട്ടുക? അതിന്റെ കണക്കനുസരിച്ച് കൊടുക്കുന്നു. മറ്റൊരാൾ പറയുന്നു 3000 ദിർഹമുണ്ട് എന്ന്. 3000 ദിർഹമിനുള്ള ഈത്തപ്പഴം കൊടുക്കുന്നു. എല്ലാവർക്കും അവരെ കണക്കനുസരിച്ച് കൊടുത്ത് കടക്കാര് മുഴുവനും കിട്ടുന്നത് മുഴുവനും ഏറ്റിപ്പോയപ്പോഴും ആ കൊട്ടയിലുള്ള ഈത്തപ്പഴം അങ്ങനെ തന്നെയുണ്ട്, ഒരു കുറവും വന്നിട്ടില്ല. ജാബിർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഇന്ന് വന്ന ഈ സന്തോഷവും എന്റെ ഉപ്പാന്റെ കടബാധ്യത മുഴുവൻ വീടിയതും തങ്ങൾ ഇവിടെ വന്ന് കൊട്ടയുടെ അടുത്തിരുന്ന് ആ ഒരൊറ്റ കൊട്ടയിൽ നിന്ന് കടക്കാർക്ക് മുഴുവനും കൊടുത്തതും ഞാൻ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയി പറയട്ടെയോ നബിയേ, വല്ലാത്തൊരു സന്തോഷമുള്ള ഒരു സംഭവമല്ലേ ഇന്ന് എനിക്ക് കിട്ടിയത്. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോയി പറഞ്ഞോളൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഞാൻ ആദ്യം ചെന്നു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, സംഭവം ഞാൻ പറഞ്ഞു കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന് ഭാഗ്യത്തിന്റെ ദിവസമാണ് എന്ന് എനിക്ക് നേരത്തെ അറിയാം. നിങ്ങളെ തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറങ്ങി നടക്കുന്നത്, ചുറ്റി നടക്കുന്നത് ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. അപ്പോഴേ എന്റെ കൂടെയുള്ള ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഭാഗ്യത്തിന്റെ ദിവസമാണ്, സന്തോഷത്തിന്റെ ദിവസമാണ്. കണ്ടില്ലേ അല്ലാഹുവിന്റെ റസൂൽ ചുറ്റി നടക്കുന്നത്? ഇന്ന് വലിയ ബറക്കത്ത് മഹാനവർകൾക്ക് ലഭിക്കും. കടബാധ്യത മുഴുവനും വീടി. പിറ്റത്തെ ദിവസം തന്നെ കടക്കാരുടെ കടങ്ങളൊക്കെ കൊടുത്ത് വീടി. ഈ സംഭവം ഒരുപാട് സ്ഥലങ്ങളിൽ ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഇത് കൊണ്ടുവന്നപ്പോ എന്റെ ഉപ്പമാരെ ഉമ്മമാരെ ഞാനൊരു കാര്യം പറയുന്നത്, ഇമാം ബുഖാരി തങ്ങൾ അവിടെ തലക്കെട്ട് കൊണ്ടുവന്നത് എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തതുകൊണ്ട് കൊടുക്കാനുള്ള കടങ്ങളൊക്കെ പെട്ടെന്ന് അള്ളാഹു വീട്ടിക്കൊടുത്തു എന്നാണ്. ദീനിന്റെ ഖിദ്മത്തിൽ നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് ജാഗ്രതയോടെ സജീവമായി നിൽക്കണം. പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റിത്തരും. എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല പരിഹരിച്ചിരുമാറാകട്ടെ.
അതിനൊരു മുഖ്യമായ സബബാണ് ദീനിന്റെ ഖിദ്മത്ത് എന്ന് പറയുന്നത്. ജാബിർ റളിയല്ലാഹുവിന്റെ ഉപ്പ ആർക്ക് വേണ്ടിയാ ഷഹീദായത്? ദീനിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി. എത്ര ആളുകളുടെ കടങ്ങൾ 2-3 ആഴ്ചകളൊക്കെ പോകും, നേരെ പിറ്റേന്നല്ലേ കടങ്ങളൊക്കെ വിടുന്നത്. അതും കടങ്ങൾ വീടിയിട്ട് എന്തെങ്കിലും പഴങ്ങൾക്ക് ഇവിടെ കുറവുണ്ടോ? ജാബിർ റളിയല്ലാഹുവിന് തന്റെ പെങ്ങന്മാരെയും കുടുംബക്കാരെയും നോക്കാൻ ആ തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുപോകുന്നത് അങ്ങനെ തന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയി അതിന്റെ ലാഭം കൂടി കൊയ്യാനുള്ള മുഴുവൻ സമ്പത്തും കിട്ടിയില്ലേ? എത്രമാത്രം വലിയ സന്തോഷം കിട്ടിയത്. ഇതിന്റെ ഒക്കെ അടിസ്ഥാന കാരണം ഉപ്പ പ്രവർത്തിച്ചത്, ജാബിർ റളിയല്ലാഹുവിന് പ്രവർത്തിച്ചത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് എന്ന് ഈ സംഭവം വിശദീകരിച്ചെടുത്ത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ നിന്ന് വിഷയം മനസ്സിലാക്കിയിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഹക്ക് അത് വേഗം വീട്ടണം, ബാധ്യതകൾ വേഗം വീട്ടണം, എങ്കിലേ ഒരാൾക്ക് സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ കഴിയൂ. ഹക്ക് ബാക്കി വെച്ചു പോകരുത്. മുഴുവൻ ഹക്കുകളും വീട്ടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ ഹക്കുകളൊക്കെ നമ്മളെ കാലത്ത് തന്നെ വീട്ടാൻ നല്ലത്. രണ്ടാമതായിട്ട് ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിനോടുള്ള ഹക്ക് വീട്ടുന്നതിന് പുറമേ ജനങ്ങളോടുള്ള ഹക്കും വീട്ടണം, ജനങ്ങളോടുള്ള ബാധ്യതയും വീട്ടണം. ജനങ്ങളിൽ ഓരോരുത്തരോടും ഓരോ നിലക്കുള്ള ബാധ്യതയില്ലേ ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ പരിശുദ്ധ ഖുർആൻ ആരോടെല്ലാം നമുക്ക് ബാധ്യതയുണ്ട് എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അല്ലാഹുവിനോട് ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. ആ ഇബാദത്തിന്റെ തൊട്ട് ഉടനെ അല്ലാഹു എണ്ണി എണ്ണി പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, മാതാപിതാക്കൾക്ക് സേവനം ചെയ്യണം. വബിദിൽ ഖുർബാ കുടുംബക്കാർക്കും, വൽ യതാമ അനാഥകർക്കും, വൽ മസാകീൻ അഗതികൾക്കും, വൽ ജാരിദിൽ ഖുർബാ അടുത്ത ബന്ധുക്കളായ അയൽക്കാർക്കും, വൽ ജാരിൽ ജുനുബി അകന്ന് താമസിക്കുന്ന അയൽവാസികൾക്കും, വസ്വാഹിബി ബിൽ ജംബി ഏതെങ്കിലും ഒരു നിലക്ക് ബന്ധമുള്ള ആള്, കൂടെ പഠിച്ചവനോ യാത്ര ചെയ്തവരോ ഒപ്പം ജോലിയെടുത്തവരോ ഏതെങ്കിലും ഒരു നിലക്ക് ബന്ധമുള്ള ആള്, ആ ആളോടും സേവനം ചെയ്ത് നല്ല പ്രവർത്തനങ്ങൾ അവർക്കും കൊടുക്കണം. വബിനിസ്സബീൽ യാത്രക്കാർക്കും സേവനം ചെയ്യണം. വമാ മലക്കത്ത് ഐമാനുക്കും നിങ്ങൾ ഉടമപ്പെടുത്തിയ ഭാര്യ സന്താനങ്ങൾ അവർക്കും സേവനം ചെയ്യണം, ഒത്താശകൾ ചെയ്യണം. അവർക്കും തൊഴിലാളികൾക്കും ഒത്താശകൾ ചെയ്യണം, സേവനം ചെയ്യണം. ഈ പറഞ്ഞ ആളുകളോടൊക്കെ ഒരു ഹക്കുമുണ്ട്. ആ ഹക്കും വീട്ടിയെങ്കിലേ ഒരാള് സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടൂ. അതിലാദ്യമായി എണ്ണി പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, സേവനം ചെയ്യണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉപ്പമാര്, ഉമ്മമാര് അവരുടെ ഹയാത്ത് കാലത്ത് മാത്രമല്ലല്ലോ ഹക്കുള്ളത്, മരണാനന്തരവും ബാപ്പ ഉമ്മമാർക്ക് ബാധ്യതയുണ്ടല്ലോ, ഉണ്ട്. മരണത്തിന്റെ ശേഷവും ബാപ്പാക്കും ഉമ്മാക്കും നമ്മുടെ മേല് കടപ്പാടുണ്ടോ? ഉണ്ട്. ആ കടപ്പാടുകൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ബാക്കിയുണ്ട്. അത് നിർവഹിക്കേണ്ടതും ഉണ്ട്. നമ്മുടെ മേലത് ബാധ്യതയാണ്. മാതാപിതാക്കൾക്കുള്ള സേവനം അത് പറഞ്ഞപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ഇബാദത്തിന്റെ തൊട്ടുടനെയാണത് ചേർത്തി പറഞ്ഞത്. മറ്റൊരു സ്ഥലത്ത് റബ്ബിലേക്ക് ശുക്ർ ചെയ്യുന്നതിന്റെ തൊട്ടുടനെ അനിഷ്കുർലി വലിവാലിദൈക്, എനിക്ക് നീ ശുക്ർ ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്കും നീ ശുക്ർ ചെയ്യണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല 3 വിഷയങ്ങൾ പരസ്പര പൂരകങ്ങളായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു വിഷയമാണ് മാതാപിതാക്കളുടെ ശുക്ർ. അള്ളാഹുവിന്റെ ശുക്രിനോട് ചേർത്തി പറഞ്ഞത്. ഒരാൾ അള്ളാഹുവിന്റെ ശുക്രൊക്കെ നിർവഹിച്ചവനാണ്. ഇബാദത്തിൽ അയാൾക്ക് കുറവൊന്നുമില്ല. ഇബാദത്തും കാര്യങ്ങളൊക്കെ നല്ല ചിട്ടവട്ടയിൽ എടുക്കുന്ന ആളാണ്. നല്ല രൂപത്തിൽ തന്നെ അയാൾ ജീവിക്കുന്ന ആളാണ്. മാതാപിതാക്കൾക്ക് വലിയ നന്ദി ബോധമില്ലാത്തവനാണോ? അള്ളാഹുവിനോടുള്ള ശുക്ർ പൂർത്തിയാക്കിയവനല്ല.
മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്നവനാണ്, നല്ലവണ്ണം അവർക്ക് നന്ദി ചെയ്യുന്നവനാണ്. പക്ഷേ അള്ളാഹുവിനോട് ശുക്റുള്ളവനല്ല, പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നവനല്ല, അല്ലെങ്കിൽ അതിൽ കൃത്യതയോടെ കാര്യങ്ങൾ പാലിക്കുന്നവനല്ല. അവന്റെ ശുക്റും ശുക്റാകൂല. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അള്ളാഹുവിനോടുള്ള നിന്റെ ശുക്റാകണമോ, മാതാപിതാക്കളോട് നീ നന്ദിയുള്ളവനാകണം. മാതാപിതാക്കളോടുള്ള ശുക്ർ അല്ലാഹു തആല കബൂൽ ചെയ്യണമോ, അള്ളാഹുവിനോടുള്ള ശുക്റും നീ നിർവഹിക്കണം. ഏതെങ്കിലും ഒരു ഭാഗം ഇല്ലാതെയായി പോയാൽ ആ ശുക്ർ പൂർണ്ണമാകൂല. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് തങ്ങളോടുള്ള ഇഷ്ടം കാരണം തങ്ങളോടൊപ്പം ഒരു ജിഹാദിന് പോകാൻ ആഗ്രഹിച്ച് വളരെ ദൂരത്തുനിന്ന് മദീനയിലേക്ക് വന്ന സ്വഹാബി. എത്ര ദൂരം! യമനിൽ നിന്ന് മദീനയിലേക്ക് വന്ന സ്വഹാബി. കിലോമീറ്റർ കണക്കൊന്നു കൂട്ടി നോക്കൂ, 800 കിലോമീറ്റർ. അത്രയും ദൂര സ്ഥലത്തുനിന്ന് മദീനയിലേക്ക് വന്ന് എന്തിനാ വന്നത് എന്ന് ചോദിച്ചപ്പോ ഒന്നുമല്ല, തങ്ങള് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ യാത്ര പോകുന്നില്ലേ? അതേ, ഒരു ജിഹാദിന് വേണ്ടി ഒരുങ്ങി പോകുന്നില്ലേ നബിയെ? തങ്ങളോടൊപ്പം ഒന്ന് പങ്കെടുക്കാനാണ്. മാതാപിതാക്കളുണ്ടോ? ഉണ്ട്. നിങ്ങൾ വരുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബാപ്പയും ഉമ്മയും കരഞ്ഞു നബിയേ. പാപ്പാന്റെയും ഉമ്മാന്റെയും കണ്ണീരിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ വിലയും നിലയും എത്രയാണ്? ഇർജി ഇലൈഹിമാ, യമനിലേക്ക് മടങ്ങിക്കോ, യമനിലേക്ക് മടങ്ങിപ്പോയിക്കോ. ഫലാഹിക്കുഹുമാ, ബാപ്പാനെയും ഉമ്മാനെയും സന്തോഷിപ്പിച്ചോ. ബാപ്പയും ഉമ്മയും ഒന്ന് കരഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്ക് പോകണ്ടെന്നവർ പറഞ്ഞിട്ടില്ല. മകനിങ്ങനെ പോകുമ്പോ ഇനി മകനെ കാണാൻ കഴിയോ പടച്ചോനെ? ഇങ്ങനെ ഒരു ലക്ഷ്യം വെച്ചല്ലേ മോൻ പോകുന്നത്. ആ മോന്റെ യാത്ര നോക്കിയിട്ട് ഒന്ന് കരഞ്ഞ ആപ്പിയും കരഞ്ഞു എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞു. എങ്ങനെയാ വാപ്പാന്റെയും ഉമ്മാന്റെയും കണ്ണീരിന്റെ വില കണ്ടത്? എങ്ങനെയാ മനസ്സിലാക്കിയത്? എത്ര ദൂരത്തുനിന്നാണ് വന്നത്? ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്ത് തങ്ങളോടൊപ്പം കൊണ്ടുപോയോ? ഇല്ല. ഉപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം അത് നമ്മളെല്ലാവരും എപ്പോഴും ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അല്ലാഹുവിന്റെ റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. അല്ലാഹുവിന്റെ പൊരുത്തം അത് മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. ഉപ്പാന്റെയും ഉമ്മാന്റെയും ഒരു പൊരുത്തം നേടുക, അത് ജീവിതത്തിൽ ഒരാൾ സ്വാലിഹാകുന്നതിന്റെ വലിയ ഒരു സംഗതിയാണ്. ഉപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം നേടുക എന്നുള്ളത് ചെറിയൊരു സംഗതിയല്ല. അപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം നേടുക എന്നുള്ളത്, അതുകൊണ്ടാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക്, ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുക. ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്, നല്ല സംഭാവന ഇട്ട് കൊടുക്കാൻ. ചെറിയ സംഭാവന ഒന്നും കൊടുത്താൽ പോരാ, നല്ല സംഭാവന തന്നെ കൊടുക്കണം, വലിയ സംഭാവന തന്നെ കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന സംഭാവന കാരണം നമ്മളെ ബാപ്പമാര് ഉമ്മമാര് അവർ കിടക്കുന്നിടത്ത് വലിയ സന്തോഷം അവർക്കുണ്ടാകണം. അല്ലാഹു തആല അവർക്ക് ദറജകളിലേറ്റി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മരിച്ചുപോയ എല്ലാ ബാപ്പമാർക്കും ഉമ്മമാർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും ഏറ്റി കൊടുക്കട്ടെ. ബാപ്പമാര് ഉമ്മമാരോടുള്ള കടപ്പാട് നിർവഹിക്കണം. സഹോദരങ്ങളെ, ഉപ്പാനെയും ഉമ്മാനെയും നോക്കുന്നിടത്ത്, ചെലവ് ചെയ്യുന്നിടത്ത് നാട്ടിലെ സാഹചര്യമോ മറ്റോ നോക്കിയിട്ടല്ല അത് ചിന്തിക്കേണ്ടത്. ഏതെങ്കിലും ഒരു മകനോ ഒരു മകൾക്കോ മാത്രം തീറെഴുതി കൊടുക്കേണ്ട ഒരു വിഷയവും അല്ല. ഏതെങ്കിലും ഒരു പുതിയാപ്പിളക്ക് മാത്രമുള്ള ഒരു ബാധ്യതയായി വെക്കേണ്ട വിഷയവും അല്ല. ഉപ്പാനെയും ഉമ്മാനെയും മക്കള് എന്ന അർത്ഥത്തിൽ എല്ലാവരും അതിന് ബാധ്യസ്ഥരാണ്. ഒരു വീട്ടിലാണോ ബാപ്പയും ഉമ്മയും കഴിയുന്നത്, ബാക്കിയുള്ളവരൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന വിഷയത്തില് ഒരു മാസത്തില് ഉമ്മക്ക് ചെലവിന് വേണ്ടി എല്ലാ മക്കളും കൊടുക്കണം, എല്ലാവരും ട്രീറ്റ്മെന്റിന് കൊടുക്കണം, എല്ലാവരും ഒത്താശ ചെയ്യണം. അത് വേണം. അവിടെ ആൾക്കാരെല്ലാരും ഇല്ലെങ്കിലും ഓരിക്കുന്നിടത്ത് ആരെങ്കിലും മിസ്സാവോ?
ആരും മിസ്സാകൂല. അങ്ങ് ലണ്ടനിലാണ് ഒരാളെങ്കിലും അവിടുന്ന് ഒരു ബസ് വിളിച്ചിട്ടെങ്കിലും ഇങ്ങോട്ട് വരും. ഒരു ബസ്സാണ് വിളിക്കാൻ കിട്ടിയതെങ്കിൽ ഒരു ബസ് വിളിച്ചിട്ടെങ്കിലും വരും. അതിലൊന്ന് പങ്കെടുത്ത് പുണ്യം നേടാൻ, ബർക്കത്ത് നേടാൻ. കൊടുക്കുന്നിടത്ത് അത്ര ഊക്കുണ്ടാകൂല, കിട്ടുന്നിടത്ത് എന്തൊരു സന്തോഷമായിരിക്കും. അല്ലാ, എന്തൊരു ഊക്കായിരിക്കും അതിന്. ആ ഡേറ്റ്, ആ സമയം അടക്കം മറന്നു പോകൂല. സഹോദരങ്ങളെ, കൊടുക്കുന്നിടത്താകണം നല്ല താല്പര്യം. ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയുള്ള ഖിദ്മത്തിൽ എത്ര ചെലവഴിച്ചാലും ഞാൻ ഫുള്ളായി ചെലവഴിച്ചു എന്ന് പറയാൻ ഒരാൾക്ക് കഴിയില്ലല്ലോ. എത്ര കൂടുതൽ ജീവിതത്തിൽ മുഴുവനായി ചെലവഴിച്ചു എന്ന് തന്നെ ഒരാൾ പറഞ്ഞോട്ടെ. സമ്പത്ത് മുഴുവനും എന്റേത്, ഞാൻ ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി മുഴുവനും അങ്ങ് കൊടുത്തു എന്ന് പറഞ്ഞാലും അവരോടുള്ള ഹക്ക് പൂർണ്ണമായും വീട്ടി എന്ന് പറയാനൊക്കൂലല്ലോ, പറയാൻ കഴിയില്ലല്ലോ. അത്രമാത്രം വലിയ ഹക്ക് വേറെ ഏതെങ്കിലും ഉണ്ടോ? അള്ളാഹുവിന്റെ ശുക്രിനോട് അള്ളാഹു ഈ ശുക്രിനെ ബന്ധിപ്പിച്ചെങ്കിൽ അതൊരു ചെറിയ കാര്യമായി കണക്കുകൂട്ടേണ്ടതല്ല. മരണാനന്തരവും ബാപ്പമാരോട് ഉമ്മമാരോടുള്ള കടപ്പാടുകളുണ്ട്. എന്റെ ബാപ്പയും ഉമ്മയും മരണപ്പെട്ടുപോയി, എന്തെങ്കിലും ബാധ്യത എനിക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഉണ്ട്. അദ്ദുആഉ ലഹുമാ, ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യുക, അതൊരു ബാധ്യതയാണ്. എത്ര നീ ജീവിക്കുന്ന കാലത്തോളം നീ ദ്വാരക്കേണ്ട ദ്വാരക്കം അല്ലാഹു പഠിപ്പിച്ചില്ലേ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. ദ്വാരക്കാൻ നേരം കാണണം, ദ്വാരക്കാൻ നേരത്തെ എല്ലാ ദുആകളിലും ഉൾപ്പെടുത്തണം. ബാപ്പമാരെ ഉമ്മമാരെ മറന്നുകൊണ്ടൊരു ദുആയുണ്ടോ? ഇല്ലല്ലോ. ഏതെല്ലാം ദുആകൾ നീ നടത്തും, സ്വന്തമായിട്ടും കൂട്ടമായിട്ടും നടത്തുന്ന എല്ലാ ദുആകളിലും ബാപ്പമാർക്ക് ഉമ്മമാർക്ക് പങ്കുകൊടുക്കണം. വല്ലിസ്തിഗ്ഫാറു ലഹുമാ, ഉപ്പക്ക് ഉമ്മക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുക. അവരുടെ വൈകല്യങ്ങളൊക്കെ മാപ്പായി കിട്ടാൻ വേണ്ടി നീ പ്രത്യേകം ഇസ്തിഗ്ഫാർ ചൊല്ലുക. മക്കളുടെ ഇസ്തിഗ്ഫാർ അത് ബാപ്പക്ക് ഉമ്മക്ക് വലിയ തണലാണ്. ബാപ്പക്ക് ഉമ്മക്ക് മക്കളുടെ ഇസ്തിഗ്ഫാർ കൊണ്ട് വലിയ മാപ്പ് അല്ലാഹു തആല നൽകും. റബ്ബേ, ഞാൻ ചെയ്ത വൈകല്യങ്ങളൊക്കെ എനിക്ക് നീ മാപ്പാക്കി തന്നതെങ്ങനെയെന്ന് ചോദിക്കുമ്പോ ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മക്കള് നിനക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിയ കാരണം നിനക്ക് മാപ്പാക്കി തന്നു. ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുക. വഇൻഫാദു അഹദിഹിമാ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയുന്നു, അവർക്കുള്ള വാഗ്ദാനങ്ങൾ, അവര് നിന്നോട് ചെയ്ത വാഗ്ദത്തങ്ങൾ നീ അത് നിറവേറ്റുക. മരിക്കുന്നതിന്റെ മുമ്പ് ബാപ്പ ഉമ്മ നിന്നോട് ചില വസിയ്യത്തുകളൊക്കെ ചെയ്തിരുന്നു, ചില താല്പര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ചില വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് പാലിക്കുക, അത് നിറവേറ്റുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നിറവേറ്റിയതുപോലെ നല്ല കാർക്കശ്യബോധത്തോടെ നിറവേറ്റണം. ജമൽ യുദ്ധത്തിന് പോകുന്നതിന്റെ തലേന്ന് സുബൈർ റളിയല്ലാഹു അൻഹു മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അബ്ദുല്ലാഹ്, നാളെ പോകുന്ന യുദ്ധത്തിന് ബാപ്പ ഷഹീദാകും, തിരിച്ചു വരാനൊരു നിലക്കും ചാൻസ് കാണുന്നില്ല. നിന്നോട് ഞാൻ ഒന്ന് പറയട്ടെ, എനിക്കുള്ള ഭൂസ്വത്തുകളും ബിൽഡിങ്ങുകളും ഒക്കെ കറക്റ്റായി ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം നീ നോക്കിക്കോളണം. അത് നോക്കിയാൽ മാത്രം പോരാ, ഒരുപാട് ആളുകൾക്ക് ഞാൻ സമ്പത്ത് കൊടുക്കാനുണ്ട്, പലരിൽ നിന്നും കടം വാങ്ങിയതുണ്ട്, പലർക്കും കൊടുക്കാൻ വാഗ്ദത്തങ്ങൾ ചെയ്തതുണ്ട്. അതെല്ലാം അന്വേഷിച്ചുകൊണ്ട് മുഴുവനും നീ വീട്ടണം. എന്റെ സമ്പത്ത് എടുത്തുകൊണ്ട് നീ മുഴുവനും വീട്ടണം. എന്റെ സമ്പത്ത് കൊണ്ട് വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ എപ്പോഴും നീ പറയണം, യാ മൗല സുബൈർ ഇഖ്ലിദ്ദൈന അൻഹു. നീ ചൊല്ലണം, മോനെ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ യജമാനനെ കടം വീട്ടിക്കൊടുക്കണേ എന്ന് നീ പ്രാർത്ഥിക്കണം. മകൻ ചോദിച്ചു, ഉപ്പാ മമം മൗലാക്ക, നിങ്ങളെ യജമാനൻ ആരാണ്? എന്റെ യജമാനൻ അറിയില്ലേ മോനെ? അല്ലാഹ്, എന്റെ യജമാനൻ അല്ലാഹുവാൻ. അതുകൊണ്ട് നീ ദ്വാരക്കണം, എന്റെ യജമാനനായ അള്ളാഹുവിനോട് എന്റെ കടം വീട്ടാൻ വേണ്ടി നീ ദ്വാരക്കണം. എന്നിട്ട്
ബാധ്യതയുള്ള ആളുകളെ മുഴുവനും വിളിച്ച് അവരുടെ ഹക്ക് നീ അങ്ങ് വീട്ടിയേക്കണം. മുഴുവനും വീട്ടിയ ശേഷമേ സ്വത്ത് വിഹിതം വെക്കാവൂ. പറഞ്ഞതുപോലെ സുബൈർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ഷഹീദായി. മകൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു അശറത്തുൽ മുബശ്ശറയിൽ പെട്ട മഹാനല്ലേ. അവരുടെ മകൻ ഉപ്പയുടെ സ്വത്തൊന്ന് കണക്ക് കൂട്ടി. ഉപ്പാക്ക് മദീനയിലെ ഗാബ എന്ന് പറയുന്ന ചില സ്ഥലത്ത് ചില സ്വത്തുകളുണ്ട്, കൂഫയിലും ചില സ്വത്തുകളുണ്ട്, ബസറയിലും ചില സ്വത്തുകളുണ്ട്, അങ്ങിങ്ങായി കുറെ ബിൽഡിങ്ങുകളുണ്ട്. അതെല്ലാം വിലക്കെട്ടിയിട്ട് കടക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള ശതമാനം നോക്കിയിട്ട് കടങ്ങൾ അങ്ങനെ വീട്ടുന്നു. ലക്ഷക്കണക്കിന് ബാധ്യതകളുണ്ട്, ലക്ഷക്കണക്കിന് സ്വത്തും ഉണ്ട്. ആ സ്വത്തെടുത്തിട്ട് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള ദിർഹമും ദീനാറും കണക്കനുസരിച്ച് വീട്ടിൽ കൊടുക്കുന്നു. ഏകദേശം കടക്കാരൊക്കെ വന്നുപോയി എന്ന് കണ്ടപ്പോ അതാ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കള് അബ്ദുല്ലാഹി സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരങ്ങളും സഹോദരിമാരും കടമൊക്കെ കൊടുത്ത് വീട്ടിയില്ലേ. ബാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കല്ലേ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഇല്ല, അതിനായിട്ടില്ല. 2 വർഷം നിങ്ങൾ എനിക്ക് വിട്ടുതരണം. എന്തിനാ 2 വർഷം? 2 വർഷക്കാലം ഇവിടെ നടക്കുന്ന മുഴുവൻ ചന്തകളിലും അനൗൺസ്മെന്റ് നടത്തിയിട്ട് ഒരാളും വന്നില്ല എന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്വത്ത് നിങ്ങൾക്ക് വിഹിതം വെച്ചെടുക്കാം. ഓരോ സീസൺ കച്ചവടങ്ങളിലും ഉയർന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അനൗൺസ്മെന്റ് ചെയ്യുന്നു. മൻ കാന ലഹു അല സുബൈരി ദൈനുൻ ഫല്യഅ്തിനാ. എന്റെ വാപ്പ സുബൈർ റളിയല്ലാഹു അൻഹു ആർക്കെങ്കിലും കടം തരാനുണ്ടെങ്കിൽ, ബാധ്യത വീട്ടാനുണ്ടെങ്കിൽ വന്നേക്കണേ, വീട്ടിത്തരാം. അനൗൺസ്മെന്റുകൾ പറഞ്ഞതുപോലെ നടത്തി. ഒരാളും ഇല്ലെന്ന ശരിയായ നിലക്കുള്ള ഉറപ്പ് വന്ന ശേഷമാണ് അനന്തരാവകാശികളിലേക്ക് സ്വത്ത് വിഹിതം വെച്ചു കൊടുത്തത്. അതേ ബാപ്പാന്റെ ഉമ്മാന്റെ താല്പര്യങ്ങൾ, ജീവിതത്തിൽ ഉമ്മാക്ക് ഉപ്പാക്ക് ചില താല്പര്യങ്ങളൊക്കെ ഉള്ളത് ഓർമ്മയില്ലേ? പലപ്പോഴും പലതും പറഞ്ഞത് ഓർക്കുന്നില്ലേ? അള്ളാഹു നമുക്ക് തന്ന നിഅമത്തിൽ നിന്ന് ഉപ്പാന്റെ ഉമ്മാന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണം. മക്ക കാണാൻ ഉമ്മാക്ക് ആഗ്രഹമായിരുന്നു, മദീനത്ത് പോകാൻ ആഗ്രഹമായിരുന്നു. തൗഫീഖ് ലഭിക്കും മുമ്പ് തന്നെ വിട്ടുപിരിഞ്ഞു പോയി. ഉമ്മാക്കതിനുള്ള സമ്പത്തൊന്നുമില്ല, ഉപ്പാക്കതിനുള്ള കഴിവൊന്നുമില്ല. പക്ഷേ ബാപ്പാന്റെ ആഗ്രഹമായിരുന്നു, ഉമ്മാന്റെ താല്പര്യമായിരുന്നു. മക്കൾക്ക് അല്ലാഹു അതിന് കഴിവ് കൊടുത്തിട്ട് എന്റെ ബാപ്പക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നല്ലോ, എന്റെ ഉമ്മക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നല്ലോ, അല്ലാഹു എനിക്ക് കഴിവ് തന്നല്ലോ, ഞാനതങ്ങ് വീട്ടിയേക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് ബാപ്പക്ക് ഉമ്മക്കുള്ള കടപ്പാട് വീട്ടുന്നതിൽ വലിയൊരു വിഷയം തന്നെയാണ്. വാഗ്ദത്തങ്ങൾ നിർവഹിക്കണം, വാഗ്ദാനങ്ങൾ നിറവേറ്റണം, വസിയ്യത്തുകൾ പാലിക്കണം.